ഗുഡ് മോർണിംഗ് എവറി വൺ. നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണതാ. അവസ്ഥ കണ്ടോ, നല്ല മഞ്ഞ. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഞ്ഞാണ് കേട്ടോ, ഇതുവരെ നിന്നിട്ടില്ല. അടിപൊളി മഞ്ഞ് പെയ്യുന്നുണ്ട്. എനിക്ക് മഞ്ഞ് പെയ്യുന്നതിന് മുൻപ് കുറച്ച് ടാസ്കുകളുണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ. സമ്മർ കഴിഞ്ഞ് വിൻ്റർ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്തു വെക്കാൻ സമയം കിട്ടിയില്ല. ഇത്ര പെട്ടെന്ന് മഞ്ഞ് പെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. ഇതൊക്കെ മൈ ബാഡ്, ബട്ട് വാട്ട് ടു ഡു. ഇന്നെന്തായാലും നമുക്ക് അതൊക്കെ വേഗം ചെയ്യാം കേട്ടോ. ഈ മഞ്ഞത്ത് തണുപ്പത്ത് ഞാൻ പോയി കിടന്ന് ഇനി പണിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് സമ്മർ ടു വിൻ്റർ ഷിഫ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. അങ്ങനെ നമ്മളിതാ ഓൾ സെറ്റാണ്, എല്ലാം ഇട്ടിട്ടുണ്ട്. ആഹാ, അടിപൊളിയല്ലേ. ഇത് നല്ലൊരു ഗ്ലൗസ് ആണ് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി നല്ല തെർമൽ ഇൻസൈഡിലുള്ള നല്ല കട്ടിയുള്ള ഗ്ലൗസാണ്. ഇത് ആക്ച്വലി എന്താ പറയുന്നത്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ചൂട് നിൽക്കും കയ്യിൽ. ലുക്ക് അറ്റ് ദാറ്റ്. എന്ത് രസമാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ രസമൊന്നും ഇല്ല കേട്ടോ, കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ജോലിയൊക്കെ മഞ്ഞ് പെയ്യുന്നതിനൊക്കെ ഒരുപാട് മുൻപേ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ പുല്ലും കൂടെ ചേർത്തൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മർ ആകുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ ഈസി ആയിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വയ്യായിക വന്നതുകൊണ്ട് ജോലി തിരക്ക് കാരണം ഇതൊന്നും കൃത്യസമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും ഇനിയും വൈകി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം മഞ്ഞൊക്കെ പെയ്യുമ്പോൾ അത് കോരിയെടുത്ത് എറിയാൻ നല്ല പാടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന്. ഞാനും റോയിച്ചിനും ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സമ്മറിൽ എൻ്റെ ജോലിയാണ് പുറത്തെ ജോലികളെല്ലാം തീർക്കാന്നുള്ളത്. വിന്ററിൽ റോയിച്ചിന്റെ ജോലിയാണ് കേട്ടോ മഞ്ഞ് കോരുക എന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു റോയിച്ചിന് പനിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഈ ഒരു ഇച്ചിരി മഞ്ഞല്ലേ ഉള്ളൂ, അത് ഞാനങ്ങ് കോരി അങ്ങ് കളഞ്ഞേക്കാം. അപ്പോൾ റോയിച്ചിനും കുറച്ച് സന്തോഷമൊക്കെ ആയി, റോയിച്ചിനും റെസ്റ്റ് ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഉള്ള മഞ്ഞുകളും കാര്യങ്ങളും എല്ലാം അങ്ങ് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ നടുവേദന സ്വന്തമായിട്ട് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഐ എം ഓൾ ഡൺ. ഒപ്പോടെ ഫുള്ള് ചെയ്തു കേട്ടോ. നല്ല ഷോൾഡർ പെയിൻ ഉണ്ട് എനിക്ക്. ഫുള്ള് ഡ്രൈവ് ചെയ്ത് നമ്മുടെ ഫുട്പാത്തും ചെയ്ത് അവരുടെ ഫുട്പാത്തും കൂടെ ചെയ്തു കൊടുത്തു. പൊതുവേ ഞാനാണേലും റോയിച്ചനാണേലും എപ്പോൾ ചെയ്താലും വീട്ടുകാരുടെയും കൂടെ ചെയ്തു കൊടുക്കും കേട്ടോ. നമ്മുടെ നെയ്ബറിൻ്റെയും കൂടെ ചെയ്തു കൊടുക്കാറുണ്ട്. അവർ ചെയ്യുമ്പോൾ നമുക്കും ചെയ്തു തരാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ വീട് മേടിച്ചിട്ട് 6 വർഷം. ഈ 6 വർഷവും അവർ ചെയ്യുമ്പോൾ നമുക്കും ചെയ്തു തരും, നമ്മൾ ചെയ്യുമ്പോൾ അവർക്കും ചെയ്തു കൊടുക്കും. അതുകൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പുണ്ട്. ഇന്നലത്തെ സ്നോ റിമൂവൽ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഷോൾഡർ പെയിനും അത്യാവശ്യം നല്ല ബാക്ക് പെയിനും ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഈ പണിതാ ഡേ 2 മാറ്റി വെച്ചു. ഇന്നാകുമ്പോൾ റോയിച്ചിനും ഉണ്ട്, റോയിച്ചും ചെയ്തോളും. ഈ ഒരു പാറ്റിയോ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം ഞാനാണല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും സമ്മറൊക്കെ. പക്ഷെ സത്യം പറഞ്ഞാൽ സമ്മർ കഴിഞ്ഞിട്ട് വിന്റർ തുടങ്ങുമ്പോൾ ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. സമ്മറിൽ നല്ലതുപോലെ എൻജോയ് ചെയ്യും, പക്ഷെ വിന്ററിൽ ഇതാ നല്ലപോലെ പണിയെടുക്കുകയും ചെയ്യണം കേട്ടോ. ഇത് മുഴുവൻ മാറ്റി നല്ലതുപോലെ വാക്യൂം ചെയ്ത് പൊടി തട്ടി എല്ലാം മൂടിക്കെട്ടി എടുത്ത് വെച്ചില്ലെങ്കിൽ അടുത്ത വർഷം ഇത് ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മൾ ഇത് എല്ലാ വർഷവും ചെയ്യും കേട്ടോ. ഒപ്പം നമ്മുടെ കർട്ടൻസ് എല്ലാം റോൾ ചെയ്ത് കയറ്റി വെക്കുകയും ചെയ്യും. അതും കൂടി ഒന്ന് നന്നായി ഇരിക്കണമല്ലോ. പണ്ടേതാണ്ട് ഒരു ചൊല്ലില്ലേ, അമ്മയ്ക്ക് പ്രസവവേദന മോൾക്ക് വീണവായനാന്ന്. ആ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ. നമ്മളിവിടെ അത്രയും കാര്യമായിട്ട് പണികളൊക്കെ എടുക്കുമ്പോൾ മക്കൾ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മതി, അത് ചെളി പറ്റും ആരോ, അതിൽ ചെളി പറ്റും, അത്രേ ഉള്ളൂ. മണ്ണ് ഒത്തിരി ഹൈറ്റ് ഇല്ല സ്നോയ്ക്ക്. അപ്പം എന്നാ വെച്ചാൽ മോള് ചെളിയിൽ കിടന്നിട്ടാ ചെയ്യണേ. ഇതിന് ഐറുട്ടിയുടെ സ്നോ ഏഞ്ചൽ. ഇത് റോങ്കുട്ടൻ്റെ സ്നോ ഏഞ്ചൽ. റോങ്കുട്ടൻ മതിയുടെ, ഇനി മഞ്ഞില്ല, ചെളിയാ. അത് മഞ്ഞ് തീർന്നു. റോബുട്ടൻ്റെ സ്നോ ഏഞ്ചലും ഐറുട്ടിയുടെ സ്നോ ഏഞ്ചലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ നല്ല അടിപൊളിയായിട്ടുണ്ട്. റോയിച്ച് എന്താ ഫ്ലോറിലെ പണിയൊക്കെ കഴിഞ്ഞ് കർട്ടൻസിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വാഷ് ചെയ്ത് ഉണക്കി മടക്കി എടുത്ത് വെക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഷെയറിംഗ് ആണല്ലോ. പിന്നെ ഈ ഒരു കവർ എന്ന് പറയുന്നത് നമ്മൾ കനേഡിയൻ ഡയറിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. എക്സ്ട്രാ ലാർജ് ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾ പാറ്റിയോ സെറ്റ് നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കവറും കൂടിയാണ് കേട്ടോ. അതുപോലെ നമ്മളിത് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതുവരെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. അടിപൊളി സാധനമാണ്. ഇനി അടുത്ത സമ്മറിലാണ് പാറ്റിയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത സമ്മറിലാണ് എനിക്ക് ഇടയ്ക്കൊക്കെ വന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റത്തുള്ളൂ പാറ്റിയോയിൽ. അതർവൈസ് ഞാൻ സമ്മറിൽ ഇടയ്ക്കൊക്കെ വന്ന് റിലാക്സ് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ പാറ്റിയോ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതാ പിള്ളേർക്ക് കളിക്കാൻ ഇവിടെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇരുന്ന് പെയിൻറ്റ് ചെയ്യാനും ഹോഴ്സ് റൈഡിനും ഒരു കുഞ്ഞ് സ്ലൈഡും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ബേബീസിനാണ് ഇനി പറ്റത്തുള്ളൂ. എൻ്റെ പിള്ളേർ പെട്ടെന്ന് വലുതായി പോയല്ലോ, എന്നാലും അവർ കളിക്കൂട്ടോ ഇടയ്ക്കൊക്കെ. റോങ്കുട്ടനാണ് ഇവിടെ ഐസ് കാസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലേ റോണോ?
Snow castle. I was building like a pretend waterfall. And like a little cave, but when I was doing the cave, this waterfall structure broke. So I'm redoing the waterfall structure. Again? Yeah. വാട്ടർഫോൾ ഉണ്ടാക്കിയേക്കുന്ന കേട്ടോ. ദാ ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ വന്ന് ദാ ഇവിടെ വന്ന് നിൽക്കും. ഇതാണ് റോങ്കുട്ടൻ്റെ വാട്ടർഫോൾ സ്ട്രക്ചർ. Me and Iris, because I don't ഓ ഐറു കയറിപ്പോയതുകൊണ്ട് അമ്മ കണ്ടില്ല. what Iris is doing. ഐറു ഈസ് പ്ലേയിങ് ഇൻ സൈഡ് ബൈ ഹെർസെൽഫ്. നല്ല ഐഡിയാസ് ഒക്കെ ഉണ്ട്, അടിപൊളി. സ്നോ കാസിൽ വിത്ത് എ വാട്ടർഫോൾ. റോങ്കുട്ടൻ ചെയ്ത അവിടുത്തെ മുഴുവൻ സ്നോയും എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. മിസ് നല്ല ഐഡിയാസ്. ഓക്കെ, റോങ്കുട്ടൻ ക്ലീനപ്പ് ചെയ്ത് ഫുട്പാത്ത് ക്ലീനപ്പ് ചെയ്ത്. നമ്മുടെ ഗാർഡൻസ് എല്ലാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബാക്ക് യാർഡ് എന്ന് പറയുന്നത്. ബാക്ക് യാർഡിൽ വേറെ പണികളൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതാ നമ്മുടെ എ സിക്കും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കവറ്. ഇതാ നമ്മുടെ എ സിയും നമ്മൾ ഈ പറഞ്ഞ പോലെ സമ്മർ കഴിഞ്ഞ് വിൻ്റർ ആകുമ്പോഴത്തേക്കും ഇത് അടച്ചിടും. ഇത് നമ്മൾ നേരത്തെ ചെയ്യും കേട്ടോ, കാരണം മഞ്ഞും മഴയും ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി സ്പീക്കിംഗ് മഞ്ഞും മഴയും കൊണ്ടാലും ഒരു കുഴപ്പമില്ല. ഇവിടെ ആൾക്കാർ അത് മൂടാറൊന്നുമില്ല, പക്ഷേ നമ്മൾ മൂടാറുണ്ട്. കാരണം നമുക്ക് മുന്നേ ഈ വീട് ചെയ്തവർ മേടിച്ച് മൂടിയിരുന്നതാണിത്. അവർ പോയപ്പോൾ നമുക്ക് ഈ കവർ അവർ തന്നു. സോ നമ്മളും അത് മൂടി വെക്കാറുണ്ട്. അപ്പം സമ്മർ തീരുമ്പോൾ നമ്മൾ വൺസ് എ സി യൂസിങ് നിന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ കവറിട്ട് അത് മൂടി വെക്കും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വിൻ്റർ കഴിഞ്ഞ് സമ്മറിൽ എന്നാണോ എ സി ഓൺ ആക്കേണ്ട അവസ്ഥ വരുന്ന ആ സമയത്താണ് ആ കവർ എടുക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഈ രണ്ട് പരിപാടികളാണ് മെയിനായിട്ട് നമുക്ക് സമ്മർ കഴിഞ്ഞ് വിൻ്ററിലേക്ക് പോകുമ്പോഴത്തേക്കും ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ സോഫ സെറ്റ് ഒന്ന് റോൾ ഓൺ വെച്ച് റോൾ ചെയ്ത് പൊടിയൊക്കെ ഫുള്ളൊന്ന് എടുത്ത് കളഞ്ഞ് അകത്ത് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവയ്ക്കണം. അത്രയും കഴിഞ്ഞാൽ വലിയൊരു പണി കഴിയും. ഡേ 3ലേക്ക് വരുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്ന അകത്തേക്ക് എടുത്തു വെച്ച സോഫ സെറ്റും കൂണും ഇല്ലിയും ഒക്കെ ഒന്ന് പൊടി തട്ടി ക്ലീൻ ആക്കി എടുത്ത് വെക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മളിത് പുറത്ത് തന്നെ ആ കവറിന്റെ ഉള്ളിലാണ് വെക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് അകത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ഒന്ന് കാണുകയും ചെയ്യാം. ഒപ്പം റീൽസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ ഇവിടേക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് അകത്തേക്ക് വെച്ചത്. പിന്നെ നമ്മൾ ഈ സോഫ സെറ്റ് എപ്പോഴും ക്ലീൻ ആക്കുന്നത് ഈ റോൾ ഓൺ വെച്ചിട്ടാണ് കേട്ടോ. ഇതാകുമ്പോൾ പശയുള്ളത് കൊണ്ട് എല്ലാ പൊടിയും ആ പശയിലേക്ക് ഒട്ടിപ്പിടിച്ചിങ്ങ് പോരുകയും ചെയ്യും. നമ്മുടെ സോഫയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓരോ സ്ലിപ്പും നമുക്ക് പറിച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്ലിപ്പ് കിട്ടുകയും ചെയ്യും. അപ്പൊ നന്നായിട്ട് ഇങ്ങ് ക്ലീൻ ആയിട്ട് പോരും കേട്ടോ. അപ്പൊ ദാ പണിയെല്ലാം കഴിഞ്ഞ് നല്ല കുളിച്ച് സുന്ദരി മണിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. സമ്മർ ടു വിന്റർ ഷിഫ്റ്റിങ്ങിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാം ദാ ഞാൻ ഈ ഒരു സ്പേസിൽ ഒതുക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇതനാ ഈ ഒരു ചെറിയ സ്പേസിൽ ഇതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കർട്ടൻസും കൂടി വരും. പക്ഷേ കർട്ടൻസ് ശരിക്കും അങ്ങ് ഉണങ്ങിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുത്ത് വയ്ക്കാം. ഇല്ലെങ്കിൽ പിന്നെ കരിമ്പനൊക്കെ അടിച്ച് പോകില്ലേ, എസ്പെഷ്യലി വെള്ള തുണിയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് കരിമ്പൻ അടിപ്പിച്ച് കളയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നല്ല പച്ചപ്പല്ലേ ഇപ്പോൾ ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു പച്ചപ്പിലിരുന്നുകൊണ്ട് തന്നെ ഒരു ബൈ അങ്ങ് പറഞ്ഞേക്കാം എന്ന്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. ബൈ.